തേരി ബാത്തോ മേ ഏസാ ഉൽജാ ജിയ ഒരു ഹിന്ദി പടമാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അമിത് ജോഷിയും ആരാധന ഷായുമാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത് കൃതി സനോണും ഷാഹിദ് കപൂറുമാണ്. പിന്നെ നല്ലൊരു കാര്യം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളെ ധർമ്മേന്ദ്രനെ ഡിംപിൾ കപ്പാടിയനെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്, ഒരു കോമഡി മൂവിയാണ്. ഇതിലെ കൃതി സനോണാണ് ഇതിലെ റോബോട്ട്. ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ റോബോട്ട് ആയാൽ ഇരിക്കും എന്നതിൽ കാണിച്ചിരുന്നുണ്ട്. പെണ്ണുങ്ങളുടെ ഒരു ദൂഷ്യഫലവുമില്ല, എന്നാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റോബോട്ട്. നമുക്ക് ടച്ചും സെൻസേഷനും എല്ലാം അടിപൊളിയായിട്ട് പെണ്ണുങ്ങളെ പോലെ തന്നെ ഉണ്ടാവും. എനിക്ക് കണ്ടപ്പോഴേ എന്തിരൻ സിനിമയുടെ റെഫറൻസ് അവസാനം വന്ന് തോന്നിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ജാൻവി കപൂർ വരുമ്പോഴേക്കും അവിടെ ആ റോബോട്ട് ഒരു ജലസി നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ സെക്കൻഡ് പാർട്ടാകുമ്പോൾ അതൊരു എന്തിരൻ 2 അല്ല എന്തിരൻ ഫിലിം തന്നെയായിരിക്കും. പക്ഷേ ഇതിൽ എന്തിരൻ സിനിമയുടെ റെഫറൻസ് അവസാനം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു മോഡേൺ ഏജിൽ എങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ റോബോട്ടായാൽ എന്തൊക്കെ സംഭവിക്കും, കുക്ക് ചെയ്യും, നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, നമ്മളെ റിമൈൻഡ് ചെയ്യും, നമുക്ക് ഓരോ കാര്യങ്ങൾ ആരെ വിളിക്കണം, പിന്നെ ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ റോബോട്ട് എടുത്ത് പറഞ്ഞാൽ സമ്മതിക്കും. പിന്നെ നമ്മളടുത്ത് ചോദിക്കാതെ വേറെ ഒരു കാര്യവും ചെയ്യത്തില്ല. ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ എനിക്കൊരു ക്രിഞ്ച് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് ഇതുള്ള റോബോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റോബോട്ടിനെ കല്യാണം കഴിക്കാനായിട്ട് പോകും. അതെനിക്ക് ഫീൽ ചെയ്തു. അതിന് കാരണം വേറൊന്നുമല്ല, ഇവൻ ഓൾറെഡി ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു പ്രോഗ്രാമറാണ്. അവൻ ഇതുമായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുന്ന അവൻ തന്നെ അതൊരു റോബോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഇച്ചിരി ഒരു വിരോധാഭാസമായിട്ട് തോന്നി, അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ഫ്യൂച്ചർ ഇനി ഇത് ആവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഭാവിയിൽ ഇനി ആരും കല്യാണമൊന്നും കഴിക്കാതെ അവരവർക്ക് ആവശ്യമായിട്ടുള്ള റോബോട്ട് അവരവർ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും മിക്കവാറും. ഇതുപോലത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇതിൽ ഇവനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവന് സംഭവം എന്ന് പറയുന്നത് ഇവൻ്റെ മാമിയാണ് ഡിംപിൾ കപ്പാടി. അപ്പോൾ ഇവനെ US വിളിച്ച് വരുത്തിയിട്ട് ഇവൻ്റെ അടുത്ത് പറയും, എൻ്റെ മാനേജർ സൈറ നിങ്ങളെ സഹായിക്കുമെന്ന്. ഈ സൈറ എന്നത് ഒരു റോബോട്ടാണെന്ന് പെണ്ണുമ്പിള്ള പറയുന്നില്ല അവൻ്റെ അടുത്ത്. അങ്ങനെ ഇവൻ ആ സൈറയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു, സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, അവസാനം പ്രേമിക്കുന്നു, സെക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതും പ്രതീക്ഷിച്ച് പോകരുത്. ഇത് ഏപ്പടമൊന്നുമല്ല, ഒരു സാധാരണ ഹിന്ദി മൂവിയാണ്. അങ്ങനെ വലുതായിട്ടൊന്നും കാണിക്കത്തൊന്നുമില്ല. എനിക്കിതിൻ്റെ പോരായ്മയായിട്ട് തോന്നിയത് വേറൊന്നുമല്ല, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഒരു ലാഗ് ഫീൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് വലിച്ചങ്ങ് നീട്ടി വെച്ചിട്ടുണ്ട് അവന്മാർ. എന്തൊക്കെയോ ഒന്ന് കുത്തിക്കയറ്റി തിരിക്കിയത് പോലൊരു ഫീൽ എനിക്ക് തോന്നി. അതൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാനും വളരെ ഫണ്ണി ആയിട്ടുള്ളതും അത്യാവശ്യം നല്ല രീതിയിൽ അവർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമ. പിന്നെ കൃതി സനോൻ്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. എനിക്ക് പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടമാണ്. മീമി സിനിമ കണ്ടപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിയുടെ ഒരു ഫാനായി മാറിയിട്ടുണ്ട്. പിന്നെ ഷാഹിദ് കപൂറും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷാഹിദ് കപൂർ അവൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സംഭവമുണ്ട്, ഒളിച്ചോടുന്നത്. അപ്പോൾ അവൻ്റെ അപ്പൂപ്പൻ കാണുമ്പോൾ ഇവനെ എൻകറേജ് ചെയ്യും, ആ മോനെ പൊക്കടാന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ വീട്ടിൽ വല്ലതും ആണെങ്കിൽ നീ പോണെങ്കിൽ പൊയ്ക്കോ, ഇനി തിരിച്ച് വരരുത് എന്ന് പറയും. പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നി. എന്തായാലും നല്ലൊരു മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. നിങ്ങൾ പോയി കാണി. അപ്പോൾ ശരി, ഓക്കെ, ബൈ.